ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് രൂത്തിന്റെ പുസ്തകം ക്രമമായിട്ട് പഠിക്കാൻ ഒരു അവസരം ദൈവം നൽകുന്നുണ്ട്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് രൂത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം, അതിൻ്റെ ചില ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ബുക്ക് ഓഫ് റൂത്ത് ചാപ്റ്റർ 4 and verse 1 onwards. 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ചിന്തിച്ച ആ ഒരു വിഷയം, അതായത് രൂത്ത് ബോസിനെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ആഗ്രഹം തുറന്നു പറയുകയും ആ ഒരു കാര്യം സോൾവ് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ്, അത് തീർക്കാനുള്ള ഇനീഷ്യേറ്റീവ് ബോസ് എടുത്തു എന്നുള്ളത് നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് വായിക്കാം. 1-ാമത്തെ വാക്യം വായിക്കാം. ഓക്കെ. ആ കാലത്തൊക്കെ പട്ടണവാതിൽ, സിറ്റി ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ അതൊരു ഇന്നത്തെ പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് പോലുള്ളൊരു സ്ഥലമാണ്. ഓൾ ദി civic and business transactions were ratified and confirmed by the judges, rulers and elders. സ്ഥലമിടപാട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ വ്യാപാരത്തിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ന്യായാധിപന്മാരാലും പ്രഭുക്കന്മാരാലും മൂപ്പന്മാരാലും തീർപ്പ് കൽപ്പിക്കുന്ന ഒരിടമായിട്ടായിരുന്നു പട്ടണവാതിൽ ആയിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു ഇടപാടും എഴുത്തിൽ അല്ല അവരത് തീർപ്പ് കൽപ്പിക്കുന്നത്. ദർ ആർ നോ written documents made and no decisions made based on that. അപ്പോൾ എഴുത്ത് ഇല്ലാത്ത ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ഇല്ലാത്ത ഒരു കാലയളവിൽ ഇത്തരം ആൾക്കാർ ഒരുമിച്ച് കൂടിയാണ്, സാക്ഷികൾ ഒരുമിച്ച് കൂടിയാണ് ഒരു കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത്. ആ അവസ്ഥയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ഈ വ്യക്തിയെ ക്ഷണിച്ച്, അതോടൊപ്പം തന്നെ നമ്മൾ 2-ാമത്തെ വാക്യത്തിൽ 10 പേരെ വേറെയും കൂടെ ക്ഷണിക്കുന്നുണ്ട് ഈ കാര്യത്തിന് തീർപ്പ് കൽപ്പിക്കുവാൻ. ഇവിടെ 2 വിഷയങ്ങളാണ് നമ്മൾ കാണേണ്ടത്. 1, റിഡംഷൻ ഓഫ് ഫാമിലി പ്രോപ്പർട്ടി. 2, ലെവറേറ്റ് മാരേജ്. കുടുംബത്തിൽ പെട്ടിരിക്കുന്ന വസ്തുവിൻ്റെ ഒരു വിൽപ്പനയും വാങ്ങലും അതൊരു വശത്തുണ്ട്. അതുപോലെ തന്നെ സഹോദരൻ്റെ വിധവയെ വിവാഹം ചെയ്യുന്ന മറ്റൊരു കാര്യവും മറുവശത്തുണ്ട്. റിഡംഷൻ ഓഫ് ഫാമിലി പ്രോപ്പർട്ടി ഫൗണ്ട് ഇൻ ലെവിറ്റിക്കസ് 25 verse 25 to 51. ലേവ്യ പുസ്തകം 25-ാമത്തെ അധ്യായത്തിൻ്റെ 25 മുതൽ 51-ാം വാക്യം വരെയാണ് ഈ കുടുംബത്തിൽ ഉള്ള വസ്തുവിൻ്റെ വിൽപ്പനയും വാങ്ങലിൻ്റെയും സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങളുള്ളത്. ഡ്യൂട്രോണമി 25 verse 5 to 10. ആവർത്തന പുസ്തകം 25-ന്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ സഹോദരൻ്റെ ഭാര്യ വിധവയായാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ നിയമങ്ങൾ അവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. സാധാരണഗതിയിൽ ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന വിഷയങ്ങളല്ല. എന്നാൽ ഈ ഒരു സാഹചര്യം സോൾവ് ചെയ്യുവാൻ ഈ 2 കാര്യങ്ങളും ബോസ് ഒരുമിച്ച് കൊണ്ടുവരികയാണ്. കാരണം നവോമിയെ സംബന്ധിച്ചും രൂത്തിനെ സംബന്ധിച്ചും ഈ കാര്യങ്ങളിൽ ഈ 2 വിഷയങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നമുക്കിനി 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ അവൻ ആ വീണ്ടെടുപ്പുകാരനോട് പറഞ്ഞത്, മോവാബ് ദേശത്തു നിന്ന് മടങ്ങി വന്നിരിക്കുന്ന നവോമി നമ്മുടെ സഹോദരനായ എലിമേലെക്കിന്റെ വയൽ വിൽക്കുന്നു. ആകയാൽ നിന്നോട് അത് അറിയിപ്പാൻ ഞാൻ വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്നവരുടെയും ജനത്തിന്റെ മൂപ്പന്മാരുടെയും മുമ്പാകെ നീ അത് വിലയ്ക്ക് വാങ്ങുക. ഓക്കെ. അപ്പോൾ രൂത്തിൻ്റെ വിവാഹത്തെ പറ്റി പറയേണ്ടതിന് പകരം ഇവിടെ നവോമിയുടെ നിലത്തെപ്പറ്റി എന്തുകൊണ്ടാണ് ബോസ് ഇവിടെ സംസാരിക്കുന്നത്? കഴിഞ്ഞ അധ്യായത്തിൽ രൂത്താണ് ബോസിനെ വിവാഹം ചെയ്യുവാൻ താല്പര്യമുണ്ടെന്നുള്ളതും ബോസ് ഒരു വീണ്ടെടുപ്പുകാരൻ്റെ വേല പൂർത്തീകരണം ചെയ്യണം എന്നുള്ളതും രൂത്ത് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ബോസ് ഇത് പറയുന്നത്, അല്ലെ ബോസ് ഈ ഒരു നിലത്തിൻ്റെ കാര്യം പറയുന്നത്? ഇവിടെ ഈ 1-ാമത്തെ അധ്യായം മുതൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാം വാക്യം വരെ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു വിവരം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. എലിമേലെക്കിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നിലം നവോമിക്ക് ഉണ്ടായിരുന്നു. ആ വിവരം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു, ഇപ്പോൾ കിട്ടി. അപ്പോൾ ഈ ഒരു നിലം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നവോമി ദരിദ്രയായ ഒരു സ്ത്രീയായി മാറിയത്? ഹൗ കുഡ് നവോമി ബി പുവർ ഇൻ സ്പൈറ്റ് ഓഫ് ഹാവിങ് എ പീസ് ഓഫ് ലാൻഡ്? അതിന് പല സാധ്യതകളുമുണ്ട്. 1, perhaps she got ownership of this land while in Moab and therefore she derived no income from it. മോവാബിലിരുന്ന സമയത്തായിരിക്കാം ഈ നിലത്തിൻ്റെ
അവകാശം കിട്ടിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ ആയതുകൊണ്ട് ഇതിൽ നിന്നും വരുമാനം ലഭിച്ചിട്ടുണ്ടാവില്ല. സെക്കൻഡ്, പെർഹാപ്സ് someone took possession of the property when they moved to Moab. ഇവരെല്ലാവരും മോബിലേക്ക് മാറിയപ്പോൾ വേറെ ആരോ ഇതിനെ കൈവശമാക്കി കാണും. തേർഡ്, she may have had to mortgage the property in order to survive. ഈ ദേശത്ത് തിരികെ വന്നപ്പോൾ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈട് വെച്ച് പൈസ എവിടുന്നേലും എടുത്ത് കാണും. അപ്പോൾ ഈ സാഹചര്യങ്ങളൊന്നും ഇവിടെ എഴുതിയിട്ടില്ലെങ്കിൽ നമുക്കിതിനെ ന്യായമായിട്ട് അനുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്തോ ആയിക്കോട്ടെ, ഒരു നിലം കയ്യിലുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഇവർ പിന്നോക്കം നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. അതിനുള്ള തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഷീ സെൻറ്റ് റൂത്ത് ടു ഗ്ലീൻ ഇൻ ദ ഫീൽഡ്സ്. വേറൊരാളുടെ വയലിൽ കൊയ്ത്തിൻ്റെ സമയത്ത് അവിടെ അവരോട് കൂടെ കൊയ്ത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനും അതിൽ നിന്നും കിട്ടുന്ന മിച്ചമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുവാനും നവമി റൂത്തിനെ അയച്ചു എന്നുള്ളതാണ് ഇവരുടെ സാമ്പത്തിക അവസ്ഥയുടെ തെളിവ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വേഴ്സ് 4 towards the end. 4-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം ഒന്ന് നോക്കിക്കേ. എന്താണ് നമ്മൾ കാണുന്നത്? ഇഫ് യു വിൽ redeem it, but if no one redeems it, tell me that I may know. For there is no one but you to redeem it, and I am after you. And he said, I will redeem it. നിലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബോസ് പറഞ്ഞു, നീ അത് വീണ്ടെടുക്കുകയാണെങ്കിൽ വീണ്ടെടുക്കുക, അല്ല ഇനിയിപ്പോൾ വേറെ ആരും ചെയ്യുന്നില്ലെങ്കിൽ എന്നോട് പറ, കാരണം നിനക്ക് ശേഷം ഞാനാണ് അതിൻ്റെ അധികാരിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എന്താ പറഞ്ഞത്? ഞാനത് എടുത്തോളാം. Being the nearest relative, this man was not under a legal obligation to marry the wife of the deceased relative. നവമിയുടെയും രൂത്തിൻ്റെയും അടുത്ത ചാർച്ചക്കാരനായിരിക്കെ മരിച്ചയാളുടെ വിധവയെ വിവാഹം ചെയ്യുവാൻ നിയമപ്രകാരം തൻ്റെ മേലൊരു സമ്മർദ്ദവുമില്ല. ബട്ട് ദർ സർട്ടൻലി വാസ് എ മോറൽ ഒബ്ലിഗേഷൻ ഇൻവോൾവ്. ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഇതിലുണ്ടായിരുന്നു. ദൈവപരമായിട്ടില്ലെങ്കിൽ പോലും ധാർമ്മികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം അതിലുണ്ടായിരുന്നു. സിൻസ് ദിസ് വാസ് എ ഫാമിലി ദാറ്റ് ഹാഡ് ബോത്ത് സിറ്റുവേഷൻസ് കമ്മിങ് ടുഗദർ, നിലത്തിൻ്റെ കാര്യവും വിധവയുടെ കാര്യം ഒരുമിച്ച് വന്നുകൊണ്ട് ഇദ്ദേഹത്തിന് അതിനൊരു ധാർമ്മികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ 3-ാമത്തെ 4-ാമത്തെ വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ നവോമിയെയും ആ നിലത്തെയുമാണ് ബോസ് കൂടുതലായിട്ട് പരിചയപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കണം, 3-ാമത്തെ 4-ാമത്തെ വാക്യത്തിൽ രൂത്തിൻ്റെ കാര്യം ഒന്നും 3-ാമത്തെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നില്ല. എലിമേലെക്കിൻ്റെ വിധവയായ നവോമിയുടെ കാര്യവും ആ നിലത്തിൻ്റെ കാര്യവും മാത്രമേ പറഞ്ഞുള്ളൂ. ഇവരുടെ രണ്ടുപേരുടെയും കാര്യം കേട്ടപ്പോൾ ഇദ്ദേഹം യെസ് എന്ന് പറഞ്ഞു. പക്ഷേ 5-ാമത്തെ വാക്യത്തിൽ എന്താണ് താൻ പറയുന്നത്? നോക്കിക്കേ. അതിന് അവൻ ഞാൻ വീണ്ടെടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ബോസ്, നീ നവോമിയോട് വയൽ വാങ്ങുന്ന നാളിൽ മരിച്ചവന്റെ അവകാശത്തിന്മേൽ അവന്റെ പേർ നിലനിർത്തുവാൻ തക്കവണ്ണം മരിച്ചവന്റെ ഭാര്യ മോവാബ്യ സ്ത്രീയായ രൂത്തിനെയും വാങ്ങണം എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഇദ്ദേഹം രൂത്തിനെ പറ്റി ഈ ഡിസ്കഷനിൽ കൊണ്ടുവരുന്നത്. നവമിയിൽ നിന്നും ഈ നിലം വാങ്ങിക്കുന്ന ദിവസം തന്നെ മരിച്ച വ്യക്തിയുടെ വിധവയായ രൂത്തിനെയും ഇദ്ദേഹം വിവാഹം ചെയ്യണം. എന്തുകൊണ്ടാണ്? മരിച്ചയാളുടെ പ്രോപ്പർട്ടി കിട്ടുമ്പോൾ ആ പ്രോപ്പർട്ടി ആരുടെ പേരിലാണോ അവൻ്റെ നാമം അന്യം നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ടു പെർപെച്വേറ്റ് ദ നെയിം ഓഫ് ദ ഡെഡ്. അപ്പോൾ ബോസ് ഇസ് കൺസേൺഡ് അബൌട്ട് പെർപെച്വേറ്റിംഗ് ദ ലീനേജ് ഓഫ് ദ ഡെഡ് മാൻസ് ഫാമിലി, ആൻഡ് ദിസ് ഇസ് ദ മോട്ടിവേഷൻ ഓഫ് ദ റിക്വസ്റ്റ് ഹി മേഡ്. മരിച്ച വ്യക്തിയുടെ പേര് അന്യം നിന്ന് പോകാതിരിക്കാനുള്ള ഒരു ചിന്തയിലാണ് ബോസ് ഇതെല്ലാം പറയുന്നത്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണത്തിൻ്റെ ഉദ്ദേശവും. ഇഫ് ദ നിയറസ്റ്റ് റെഡീമർ മാരീഡ് റൂത്ത് ആൻഡ് ഇഫ് ദേ ഹാവ് എ സൺ, that son would naturally be the son of the Redeemer and legally the son of both Mahlon and the Redeemer. ഈ വ്യക്തി റൂത്തിനെ വിവാഹം ചെയ്ത് അവർക്കൊരു മകനുണ്ടായാൽ സ്വാഭാവികമായിട്ടും ഈ വീണ്ടെടുപ്പുകാരൻ്റെ മകനായിട്ട് ഈ വ്യക്തി അറിയപ്പെടും. അതോടൊപ്പം തന്നെ നിയമപ്രകാരം മരിച്ചുപോയ മഹലോൻ്റെ ഈ വ്യക്തിയുടെ മകനായിട്ട് അറിയപ്പെടും. അപ്പോൾ ഈ ഘട്ടത്തിൽ രണ്ട് രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദമാണ് ഇദ്ദേഹത്തിൻ്റെ മുമ്പാകെ വന്നത്. നിലവും മേടിക്കണം, ഇനി എന്താ രൂത്തിനെ വിവാഹം ചെയ്ത് രൂത്തിനെയും നവമിയെയും നോക്കണം എന്നുള്ള കാര്യം ഇവിടെ ഇദ്ദേഹത്തിൻ്റെ തലയിൽ വന്നു. അപ്പോൾ ഇദ്ദേഹം എന്താണ് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? വായിച്ചേ.
അതിന് വീണ്ടെടുപ്പുകാരൻ എനിക്ക് അത് വീണ്ടെടുക്കാൻ കഴിയുകയില്ല. എന്റെ സ്വന്തം അവകാശം നഷ്ടമാക്കേണ്ടി വരും. ആകയാൽ ഞാൻ വീണ്ടെടുക്കേണ്ടത് നീ വീണ്ടെടുത്തുകൊള്ളുക. എനിക്ക് വീണ്ടെടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. Okay. So he declined Boaz's offer because he might endanger his own estate. ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് വകകളെല്ലാം പോകുമെന്നൊരു ഘട്ടം ആയതുകൊണ്ട് ഇദ്ദേഹം ഇതിനോട് നോ പറഞ്ഞു. അപ്പോൾ ഒരു വീണ്ടെടുപ്പുകാരൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇദ്ദേഹം പിന്മാറാൻ എന്തായിരിക്കും ഇദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3-4 വാക്യങ്ങളിൽ ഈ സംഭാഷണം ബോസ് ആരംഭിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നവോമിയെ വീണ്ടെടുക്കുകയും നവോമിയെ വിവാഹം ചെയ്യണമെന്നുള്ളതായിരിക്കാം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ചിന്ത. അങ്ങനൊരു കാര്യം ഉണ്ടായാൽ, if that is the case, there is no risk of losing his investment. നവോമിയെ വിവാഹം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾക്കൊന്നും ഒരു നഷ്ടവും സംഭവിക്കുന്നില്ല. നേരെ മറിച്ച് നവോമിയുടെ പേരിലുള്ള ഈ നിലം വാങ്ങിക്കുമ്പോൾ ഇദ്ദേഹത്തിന് നേട്ടമേ അതിലുള്ളൂ. ഇയാൾക്കുള്ള സ്വത്തുവകകളുടെ കൂടെ ഒരു നിലം കൂടെ അയാൾക്ക് കൂട്ടി കിട്ടും. അതുമാത്രമല്ല, he would also have the reputation of doing his responsibility in a levirate marriage. ഇതുപോലൊരു വിവാഹം ചെയ്യുന്നതിലൂടെ സമൂഹത്തിന് മുമ്പിൽ ഒരു സൽപ്രവൃത്തി ചെയ്തതിൻ്റെ പേരും ഇദ്ദേഹത്തിന് കിട്ടും. പക്ഷേ ബോസ് ഇവിടെ വിധവ നവോമിയല്ല, വിധവ ആരാ? രൂത്താണെന്ന് പറഞ്ഞപ്പോഴാണ് കഥ മാറുന്നത്, ട്വിസ്റ്റ് ആവുന്നത്. Okay? The relative declined to redeem because it would endanger his own estate. Why? To marry Ruth and buy the field of Naomi would mean that he would have to live with the fact that the firstborn son to them would be legally considered the son of Mahlon, and as the first son, that child would inherit the land the relative buys from Naomi, and the child would get a double portion of the nearest relative's wealth. That would be distributed among all the sons. ഇത് മലയാളത്തിൽ പറയാം. രൂത്തിനെ വിവാഹം ചെയ്ത് നവോമിയുടെ ഈ നിലം മേടിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തായിരിക്കും ഇദ്ദേഹത്തിനുണ്ടാവുക? ഇവർക്കുണ്ടാവുന്ന ആദ്യത്തെ മകന് നിയമപ്രകാരം മഹലോൻ്റെ സന്തതി എന്നറിയപ്പെടും. അവൻ്റെ മാത്രമല്ല, മഹലോൻ്റെ സന്തതി എന്ന് കൂടെ അറിയപ്പെടും. ആദ്യ മകൻ എന്ന നിലയിൽ ഇദ്ദേഹം തന്നെ നവോമിയിൽ നിന്നും മേടിക്കുന്ന ഈ നിലത്തിൻ്റെ അവകാശി പിന്നെ ആരാവും? ഇദ്ദേഹമാകുമോ? ഇല്ല. ഈ ജനിക്കാൻ പോകുന്ന കുഞ്ഞായിരിക്കും ഈ വാങ്ങാൻ പോകുന്ന നിലത്തിൻ്റെ അവകാശി. പിന്നെ ഇദ്ദേഹത്തിന് ഉള്ള സ്വത്തുവകകൾ ബാക്കി മക്കൾക്ക് വീതിക്കുമ്പോൾ ഈ ഉണ്ടാവാൻ പോകുന്ന കുഞ്ഞിന് ഇരട്ടി ഓഹരി ലഭിക്കും. ഇതൊക്കെയാണ് ഇദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടിയ കാൽക്കുലേഷൻസ്. Now Ruth being a younger woman than Naomi and she having the possibility of bearing many sons wouldn't allow him to have his property registered exclusively in his name. നവോമിക്ക് ഇപ്പോൾ മക്കളുണ്ടാവാനുള്ള പ്രായം കടന്നുപോയി. പക്ഷെ റൂത്തിന് അതല്ല അവസ്ഥ. റൂത്തിന് ഒരുപാട് മക്കളുണ്ടായാൽ ഈ പ്രോപ്പർട്ടി എക്സ്ക്ലൂസീവ്ലി ഇദ്ദേഹത്തിൻ്റെ പേരിലായിരിക്കത്തില്ല എന്നത് ചിന്തിച്ചിട്ടാണ് ഇദ്ദേഹം ഇതിനോട് നോ എന്ന് പറയുന്നത്. He wanted his name only to perpetuate and not share it with Mahlon. മഹലോൻ്റെ കൂടെ ഈ ഓഹരി പങ്കിടുവാൻ തനിക്ക് ഒരു ആഗ്രഹവുമില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് മാത്രം നിലനിന്ന് പോയാൽ മതി എന്നുള്ളതാണ് ഇദ്ദേഹം ചിന്തിക്കുന്നത്. What this relative did here is reminiscent to what Onan did to Tamar in Genesis 38. ഓനാൻ താമാറിനോട് ഉൽപ്പത്തി 38 എന്താണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓനാൻ എന്താണ് ചിന്തിച്ചത്? ആ മകൻ ഇദ്ദേഹത്തിൻ്റെതാകും എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ആയിരിക്കില്ല, നിയമപ്രകാരം ഇദ്ദേഹത്തിൻ്റെ ആയിരിക്കത്തില്ല എന്ന് ചിന്തിച്ചിട്ടാണ് താൻ ചെയ്യേണ്ടതെല്ലാം അവിടെ ചെയ്തത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. So what do we see here? We see this man wanting the pleasures and privileges of this relationship without a commitment. ഈ ബന്ധത്തിൽ കിട്ടാവുന്നത് സന്തോഷങ്ങളും പദവികളും വേണം, പക്ഷേ അതിനുള്ള പ്രതിബദ്ധത വേണ്ട. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. This relative is attracted by the land, but he is not willing to fulfill the responsibility of a brother. ഈ നിലം തനിക്ക് വേണം, പക്ഷേ
ഒരു സഹോദരൻ എന്ന നിലയിൽ താൻ നിവർത്തി ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യുവാൻ തനിക്ക് മനസ്സില്ല. കാരണം ഇതുപോലുള്ളൊരു ബന്ധം സാമ്പത്തികമായിട്ട് അവനെ നഷ്ടത്തിലേക്ക് തള്ളിവിടുന്നുള്ളൂ. ഇതിലൊരു ലാഭവുമില്ല. ഇതിൽ ഇദ്ദേഹത്തിൻ്റെ നാമം നിലനിൽക്കുവാൻ ഒന്നുമില്ല. സാമ്പത്തികമായിട്ട് ഇദ്ദേഹത്തിന് പുറകോട്ട് പോകാനേ തരമുള്ളൂ. It's only going to cost him financially. And he's also thinking about the perpetuating of his name only. So, let me just give you one lesson from today's sermon, and then we will call it a day. And I will continue talking about the remaining sections of this passage in the next session, God willing. ഈ ഭാഗത്ത് നിന്നും ഒരു പാഠം മാത്രം ഞാൻ ഇന്ന് അവതരിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, 7ാമത്തെ വാക്യം മുതലുള്ള ഭാഗങ്ങൾ അടുത്ത തവണ നമുക്ക് ചിന്തിക്കാം. A person who calculates what he would lose or spends as he is about to obey scriptures or do his obligations is always going to abandon the obligation and obedience to scriptures, because all what he sees is how to use others for my advantage. തിരുവെഴുത്ത് അനുസരിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോൾ എനിക്ക് എന്ത് നഷ്ടപ്പെടും, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് എത്ര പൈസ ചിലവാകും എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരു വ്യക്തി, ഇദ്ദേഹത്തിന് പൈസ ചിലവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒഴിവാക്കുന്നത്? അനുസരണം ഒഴിവാക്കും. ദൈവത്തോടുള്ള പ്രതിബദ്ധത ഒഴിവാക്കും. കാരണം ഇദ്ദേഹം എപ്പോഴും ചിന്തിക്കുന്ന രീതി, എൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ എങ്ങനെ ഉപയോഗിക്കാം, ഹൗ ക്യാൻ ഐ യൂസ് അതേഴ്സ് ഫോർ മൈ അഡ്വാൻറ്റേജ്. ഇതായിരിക്കും ആ വ്യക്തിയുടെ ഏക ചിന്ത. ഇറ്റ് ഈസ് ഓൺലി പ്രോഫിറ്റ് ദാറ്റ് ദേ വിൽ ലുക്ക് ഫോർ ഇൻ എനി ഗുഡ് ഡീഡ്. ഒരു സൽപ്രവൃത്തി ചെയ്യുമ്പോൾ എനിക്കതിൽ നിന്ന് എന്ത് നേട്ടം കിട്ടും, എന്ത് ലാഭം കിട്ടും എന്നുള്ളത് മാത്രമേ അവർ ചിന്തിക്കത്തുള്ളൂ. വാട്ട് ഡു ഐ ഗെയിൻ ഇസ് വാട്ട് ദേ തിങ്ക്. ഞാനിപ്പോൾ ഇത് ചെയ്തെന്ന് വിചാരിച്ചു, ഇതിൽ എനിക്കെന്ത് കിട്ടും. പല ആൾക്കാരും കല്യാണം കഴിക്കാൻ പോകുമ്പോഴും നിങ്ങൾ പെണ്ണിന് എന്ത് കൊടുക്കും, അത് പറയുന്ന പല കുടുംബങ്ങളുണ്ട്. അല്ലെങ്കിൽ പറയാതെ പറയുന്നതുമുണ്ട്. The moment they realize that it is going to cost them something, they quit. അവർക്ക് നഷ്ടം വരുന്ന, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പൈസ ചിലവാക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ അവർ ആ കാര്യത്തിൽ നിന്നും പിന്മാറും. Why do they do it? എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്? See, redemption of property and levirate marriage laws, which you see in the Old Testament, it is an expression of the royal law, love your neighbor as yourself. ഈ മരിച്ചുപോയ വ്യക്തിയുടെ നിലം അത് അന്യം നിന്ന് പോകാതെ, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കുടുംബത്തേക്ക് പോകാതെ കൈവശപ്പെടുത്തുന്നതും, സഹോദരൻ്റെ ഭാര്യ വിധവയാകുമ്പോൾ ആ വിവാഹം നടത്തുന്നതും, അതെല്ലാം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള രാജകീയ കൽപ്പനയുടെ ഒരു പ്രതിഫലനമാണ്. If the relative didn't want to do it, it simply means he only loved himself. ഈ ബന്ധു എന്ന് പറയുന്ന ഈ ആൾ, ഇദ്ദേഹം ഇത് ചെയ്യാൻ മനസ്സില്ല എന്ന് പറയുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഇതാണ്: അദ്ദേഹത്തെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. He has only loved himself. വേറെ ആരോടും തനിക്ക് സ്നേഹമില്ല. Not loving and caring for people around us, especially those who are dependent on you, is a grave sin. ദൈവം നിങ്ങളുടെ ചുറ്റും ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാതിരിക്കുകയോ അവർക്ക് വേണ്ടി കരുതാതിരിക്കുകയോ ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള കുറ്റമാണ്. It's so serious that God punishes them with eternal hellfire. 1 തിമോത്തിയോസ് 5-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ടല്ലോ. Let's read that. 1 Timothy chapter 5. I'll just give you the reference in a moment. Verse 8. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധമനായിരിക്കുന്നു. Yes. If anyone does not provide for his own, and especially for those of his household, he has denied the faith and is worse than an unbeliever. ഇതാണ് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു തെളിവ്. It's so serious.
ഇറ്റ്സ് സോ സീരിയസ്. വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ദ പ്രോബ്ലം ഇസ് ദാറ്റ് വി കനോട്ട് ലവ് അതേഴ്സ് ഔട്ട് ഓഫ് എ സെൽഫിഷ് ഹാർട്ട്. സ്വാർത്ഥമായിട്ടിരിക്കുന്ന ഒരു ഹൃദയത്തിൽ നിന്നും നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയത്തില്ല. Why don't people love each other? It's simple. The heart is selfish and wicked. ഹൃദയം വളരെ ദുഷ്ടത നിറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ സ്നേഹിക്കാൻ പറ്റത്തില്ല. Our hearts need to be transformed by the work of God. ഇത്തരം ഒരു സ്നേഹം, നിസ്വാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം നമ്മളിൽ ഉണ്ടാവണമെങ്കിൽ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയം നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ഉണ്ടാവുന്ന ഒരു റിസൾട്ടാണ്. And this needs to happen when a person is born again, as he places his hope and trust in the finished work of Jesus on the cross. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പൂർത്തീകരിച്ച വേലയിൽ അവൻ്റെ ആശയം, ആ വ്യക്തി അവൻ്റെ വിശ്വാസവും വെക്കുമ്പോൾ ഒരു വീണ്ടും ജനന പ്രക്രിയ സംഭവിക്കുന്നു. ആ വീണ്ടും ജനന പ്രക്രിയയിൽ ഒരു പഴയ ഹൃദയത്തെ ദൈവം മാറ്റിക്കൊണ്ട് ഒരു പുതിയ ഹൃദയത്തെ ദൈവം തരുന്നു. സ്വാർത്ഥത നിറഞ്ഞ പഴയ ഹൃദയത്തെ മാറ്റി നിസ്വാർത്ഥമായിട്ടിരിക്കുന്ന ഒരു പുതിയ ഹൃദയത്തെ ദൈവം അതിൽ സ്ഥാപിക്കുന്നു. അപ്പോൾ നമ്മളുടെ സ്ഥലം സഭകളിൽ ഇത്തരം സ്വാർത്ഥത നിറഞ്ഞ ആൾക്കാരെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പിന്മാറ്റത്തിലായിരിക്കുന്ന ആൾക്കാരെന്നും പറഞ്ഞ് നമ്മൾ അവരെ ന്യായീകരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. അയ്യോ, അവരുടെ ബലഹീനതയാണല്ലോ പറഞ്ഞ് അങ്ങനെ അവരെ ന്യായീകരിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ദാറ്റ്സ് നോട്ട് എ വീക്ക്നെസ്, ദാറ്റ് ഈസ് എ സിംറ്റം ഓഫ് എ സീരിയസ് പ്രോബ്ലം. അതവരുടെ ബലഹീനതയല്ല, അവർക്ക് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നത്തിൻ്റെ ഒരു ചെറിയ ഒരു സൂചന മാത്രമാണത്. അതൊരു ലക്ഷണമാണ്, അതൊരു വലിയ രോഗത്തിൻ്റെ ഒരു ചെറിയ ലക്ഷണമാണ്. സെൽഫിഷ്നെസ് ഈസ് ദ സിംറ്റം of a very serious problem, and that is that the heart is deceitful and wicked. How many of us are serious on this? ഈ ഒരു കാര്യത്തിൽ എത്രത്തോളം ഗൗരവമാണ് നമ്മൾ ഈ വിഷയങ്ങളിൽ കൊടുക്കുന്നത്? പലപ്പോഴും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമ്മളുടെ ശ്രദ്ധയെ കൂടുതൽ കൊടുക്കുന്നത്. പക്ഷേ let me ask you one thing. If your heart is just thinking about money only, about your name only, you have a real problem in you. നിങ്ങളുടെ ഹൃദയത്തിൽ പണവും പദവിയും പേരും സ്ഥാനവും മാത്രമാണ്, നിങ്ങളെപ്പറ്റി മാത്രമാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒരു വലിയ പ്രശ്നത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് എ പ്രോബ്ലം ദാറ്റ് കൻ കോസ്റ്റ് യു യുവർ ഇറ്റേണിറ്റി. നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഗൗരവമേറിയ പ്രശ്നമാണ് ഈ പ്രശ്നം. ഡോണ്ട് ടേക്ക് ദിസ് ലൈറ്റ്ലി. സെൽഫിഷ് പീപ്പിൾ don't inherit God's kingdom. സ്വാർത്ഥത നിറഞ്ഞ വ്യക്തികൾ ദൈവരാജ്യത്തെ അവകാശമാക്കത്തില്ല. See how serious this is. And God willing, next time when we meet, we will continue our study on this chapter. അടുത്ത തവണ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ഈ ഭാഗം തുടർന്ന് നമുക്ക് പഠിക്കാം. 7-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്കിത് ശ്രദ്ധിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ.